വയനാട് ദുരന്തത്തിന്റെ 11-ാം പക്കം. മറ്റൊരാശങ്ക ഉരുൾവേഗത്തിൽ പരന്നു. അമ്പൂത്തിയിലേക്ക് പോകുന്ന വഴിയാണ് ഞാനുള്ളത്. ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ അത്തരം ശബ്ദങ്ങളോ കേട്ടതായി? എല്ലാവരും കേട്ടു. നല്ല ഈ പാറവെടി പൊട്ടിക്കുന്ന അതേ ഭയങ്കര സൗണ്ട്, മുഴക്കത്തോടു കൂടിയുള്ള ഒരു ശബ്ദം ഞങ്ങൾ കേട്ടു. നല്ല ശബ്ദം തന്നെയാണ്. ഒരു എന്താ പറയാ, നമ്മളൊരു വെടിമരുന്നൊക്കെ കൊടുക്കുന്ന അതുപോലത്തെ ഉള്ള ഒരു ശബ്ദം. നല്ല അതൊരു 10 മണി. താഴെ ഒരു വീടിന്റെ ജനല് ഇളകിന്ന് കുരുങ്ങിന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ അവര് പറഞ്ഞു. അങ്ങനെ ടേബിള് പാത്രങ്ങള് ഒക്കെ കുരുങ്ങിന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വയലുള്ളൊരു വീട്ടില് അങ്ങനെ എല്ലാം കുലുങ്ങിയിട്ടുണ്ട്. സംഭവമൊക്കെ ആദ്യമായിട്ടാണോ? അങ്ങനെ മുഴക്കത്തോടു കൂടിയുള്ള ആ ശബ്ദമൊക്കെ ആദ്യമായിട്ടാ. അല്ലാതെ ഇടിവെട്ടലൊക്കെ സാധാരണയാണല്ലോ ഇവിടെ. ഇടിവെട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. ഞാൻ ഇവിടെ വന്നിട്ട് 40-45 വർഷത്തോളമായി. ഇവരൊക്കെ ഇവിടെ പെറ്റ് വളർന്നവരാണ്, ജനിച്ച. അപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട ഏത് മേഖലയിലാണ്? ഈ ഭാഗത്ത് തന്നെ സൗണ്ട് ഇവിടുന്ന് വന്നത്. സമയം രാവിലെ 10 മണി കഴിഞ്ഞതേയുള്ളൂ. അമ്പലവയൽ പ്രദേശത്ത് വലിയൊരു മുഴക്കം. എന്താ ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. മക്കളെ വിട്ട് അകത്തിറപ്പാണ് കേൾക്കുന്നത്. ഭയങ്കര ഒരു സൗണ്ട്. പിന്നെ അപ്പൊ തന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആദ്യം മലയാ നോക്കുന്നത്. പിന്നെ പിന്നെ തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്നവർ വന്നിട്ട് ചോദിച്ചു, ഒരു സൗണ്ട് കേട്ടില്ലേ, കുലുക്കുണ്ടായില്ലേ എന്നൊക്കെ. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കുലുക്കുണ്ടായി ഇതായി എന്താണെന്ന് അറിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്, ഒന്നും അറിയില്ല. പേടിച്ചു പോയി. ഞെട്ടിപ്പോകുന്ന സൗണ്ടാണ് ഇവിടെ വന്നത്. 2 ശബ്ദങ്ങളാണ് ഭൂമിയുടെ അടിയിൽ. ജർക്കിംഗ് എന്തെങ്കിലും അനുഭവപ്പെട്ടു? ജർക്കിംഗ് ആയി ചെറുതായിട്ട് അനുഭവപ്പെട്ടു. നമ്മളെ വീട്ടിലിരിക്കുമ്പോഴാണ് ഇല്ല, അങ്ങനെ ഒന്നും ചെറിയൊരു ഇത് ജസ്റ്റ് ഇടിവെട്ടാന്നല്ല, ഒരു പെട്ടെന്ന് ഒരു മുഴക്കം പോലത്തെ ഒരു ശബ്ദം. കുറച്ചു നേരം ഇവിടെ നേരത്തെ മരം വെട്ടിയിട്ട് അത് കയറ്റുന്നുണ്ടായിരുന്നു ഇന്നലെയൊക്കെ ലോറിയിൽ. അപ്പോൾ അതാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ബത്തേരിന്ന് വിളിച്ചു. അങ്ങനെ ചുള്ളിയോട് തക്കംകൊല്ലി ഭാഗത്തൊക്കെ ഇങ്ങനെ ഭൂമി കുലുക്കം പോലെ ഒരു ഇതുണ്ടായിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും ഉണ്ടായോ 10 സമയമാകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പുറത്തായിരുന്നു. അപ്പോൾ ഇവൻ തുണി ആറിയിടായിരുന്നു. അപ്പോൾ ഇതിനും ചെറുതായിട്ട് അങ്ങനെ ഒരു ജർക്കിങ് പോലെ തോന്നി എന്ന് പറഞ്ഞു. മേൽക്കൂരകൾ അനങ്ങി, പാത്രങ്ങളും. വല്ലാത്ത ആശങ്ക. ഇവിടെയുള്ളവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ കുലുങ്ങി, പാത്രം കുലുങ്ങി എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇപ്പോൾ ഓൾറെഡി 2 വീട്ടുകാർ ഇവിടുന്ന് പോയി. ഇപ്പൊ തന്നെ ഭയങ്കര ഒരു കുലുക്കായിരുന്നു ഷീറ്റ്. അമ്മ ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ ഇരിക്കായിരുന്നു. ഭയങ്കര ഒരു ഇടി കൊടുക്കണപ്പോ പൊട്ടി ഭയങ്കര ഒരു കുലുക്കം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പുറത്തെ ആൾക്കാരുണ്ട്, ആരും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇത് എന്തായിരിക്കും കേട്ടതെന്ന്. കുറച്ചപ്പോൾ ഇവള് വിളിച്ചു ഇപ്പോൾ എനിക്ക് പിന്നെ പേടിയായത്. ഇപ്പോഴേക്ക് മുകളിൽ കിലുകില് ആ ഒച്ച വെക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. എന്നിട്ട് ഞാൻ കയറിപ്പോയി നോക്കി, ഒന്നും കണ്ടില്ല. പിന്നെ എല്ലായിടത്തും നോക്കിയില്ല ഞാൻ. എത്ര സമയം ഉണ്ടായിരുന്നു? കുറച്ചു നേരം. സംഭവം അറിഞ്ഞോന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാനിങ്ങനെ കറിക്കരിയായും പാവയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് ഒരു സൗണ്ട് കേട്ടത്. അപ്പോൾ മേലെ എന്തായിന്നുള്ള അറിയില്ല. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് കയറാൻ പറ്റില്ല മേലേക്ക്. അങ്ങനെ എന്നിട്ട് അമ്മ കയറി നോക്കിയെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്താ സംഭവിച്ചതെന്ന് മേലെ കയറി നോക്കിയാലേ അറിയുള്ളൂ. വീട്ടിന്റെ മുകളിൽ ഷീറ്റ് ഉണ്ടോ? അല്ല, ഷീറ്റില്ല. വീടിന്റെ മേലെ ഷീറ്റുണ്ട്. തുണി ഇടാനൊക്കെ നമ്മൾ അതായിരിക്കും കേട്ടത്. ഞാൻ കടലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. ശബ്ദം കേട്ടിട്ട് ഞാൻ പിന്നെ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ കടേൻ്റെ ഈ മുകളിൽ ടിൻഷീറ്റാണ്. അപ്പോൾ ടിൻഷീറ്റ് ഇങ്ങനെ ജർക്ക് ചെയ്യുന്നുണ്ട്. ആ ജർക്ക് കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങണം. എനിക്ക് മലയുടെ മുകളിൽ നിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നത് തോന്നിയത്. പാറ ഉരുളുന്ന പോലത്തെ അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയത്. അപ്പോൾ ഭൂമിക്ക് തരിപ്പം അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ കട ഇങ്ങനെ ജർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പുറത്തേക്കാണോ ഇങ്ങനെ ശങ്കിച്ചെന്നു. പിന്നെ എനിക്ക് തോന്നലാണോ എന്ന്. പിന്നെ നോക്കുമ്പോൾ ആ പരിസരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇത് കേട്ടിട്ട് എന്നെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ ഇത് ഈ പ്രദേശത്തൊക്കെ ഒട്ടുമുക്ക ആളുകളും ഇത് കേട്ടിട്ടുണ്ട്. യാത്രക്കിടയിൽ വാഹനത്തിലും എന്തോ ഒന്ന് സംഭവിച്ചെന്ന് പറയുന്നവരുണ്ട്. പേടിച്ച് അല്പനേരത്തേക്ക് യാത്ര നിർത്തി.
വണ്ടി ജീപ്പ് ഒരു പറ ഞാൻ സൈഡായി കളി ഇതാ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഇറക്കരുത് ഇവർക്ക് പണിക്കാർക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോ അങ്ങനെ ഒരു സംഭവം നമ്മൾ അനുഭവത്തിലില്ല. ജീവിതത്തിൽ ആദ്യ വീട്ടുകാരൊക്കെ വിളിച്ചു കൊടുക്കുക വേപ്പെടുന്ന സ്ഥലമാണ്. ഞാൻ മുട്ടിലാണ്. ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് നല്ല ശബ്ദം. എന്താ പറയുക, സാധാരണ ഇപ്പോൾ പാറവടി പൊട്ടിച്ച ശബ്ദമൊന്നുമല്ല, ഭയങ്കര ഇടിമുഴക്കം. സ്കൂളുകൾ വേഗത്തിൽ വിട്ടു. തൊഴിലിടത്തിന് അവധി. ഇവരൊക്കെ പ്രദേശത്ത് നിന്നിപ്പോൾ മാറിയിരിക്കുകയാണ്. ചേച്ചി, നിങ്ങളൊക്കെ കേട്ടിരുന്നോ ഈ ശബ്ദം? സംഭവിച്ചത് ഒരു ഇടി പോലത്തെ ഒരൊച്ച പോലെ ഞങ്ങളും നീ വിചാരിച്ചു 2 പ്രാവശ്യം. അപ്പം പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എല്ലായിടത്തുനിന്നും വിളി വന്നു, ഇന്ന മാതിരി ഉണ്ട് എന്നും പറഞ്ഞിട്ട്. നിങ്ങളപ്പോൾ ജോലി ചെയ്ത് പണിയെടുക്കായിരുന്നു ഞങ്ങൾ. അത് കേട്ട് ഞങ്ങൾ പിന്നെ ഓടി കയറി വെളിച്ചത്തേക്ക് വന്നു, റോട്ടിക്ക് വന്നു നിന്നു. തൽക്കാലം നിങ്ങളോട് ഇന്ന് ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, പണി നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ചേച്ചി അനുഭവപ്പെട്ട്? അങ്ങനെ ഈ 2 മുഴക്കം ഞങ്ങളെന്നൊരു ഇടിയാണ്, ഞങ്ങൾ കൂനുണ്ടാവും, കൂനിടിയാണെന്ന് വിചാരിച്ചു നിന്നു. ഞങ്ങളങ്ങനെ വിചാരിച്ചു നിന്നു. അപ്പോഴാണ് ഇങ്ങനെ എല്ലായിടത്തും വിളി വരുന്നു, മാറാൻ പറഞ്ഞു. വീടുകളിലൊന്നും ആരെങ്കിലും വിളിച്ചോ? നിങ്ങളൊക്കെ എല്ലാ മക്കളൊക്കെ വിളിച്ചു, ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഒക്കെ വിളിച്ചു. മക്കള് എന്താ അവിടെ സംഭവിച്ചു ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് അനുഭവം ഒരു ഒച്ച കേട്ടു എന്നല്ല, അതാ അങ്ങനെയാ പറഞ്ഞു. ഇവിടെയുള്ള വീടുകളിൽ അങ്ങനെ എന്തെങ്കിലും ഇത് പാത്രങ്ങളൊക്കെ ഇളകി അങ്ങനെയൊക്കെ ഉണ്ടോ? പാത്രങ്ങൾ ഇളകി, ഷീറ്റ് കുലുങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി നിന്നിടത്ത് കാല് ധരിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞു. പൊട്ട് കേട്ടെങ്കിലാണ് ശ്രദ്ധിച്ചില്ല. ഈ പണി വേഗം തീരാൻ വേണ്ടിയുള്ള പണിയായിരുന്നു. എന്നിട്ട് പിന്നെ എല്ലാവരും അടുത്തുനിന്ന് ഈ ഫോണെടുത്ത് ഇങ്ങനെ വിളിക്കണ കേൾക്കുമ്പോഴാണ് ഇതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. അതോടുകൂടി ഞങ്ങൾ വേഗം പണി നിർത്തി. റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പാഞ്ഞെത്തി. വയനാട് ദുരന്തത്തിന്റെ 11ാം പക്കം മറ്റൊരാശങ്കയുടെ വേലിയേറ്റമായിരുന്നു. നെന്മേനി വില്ലേജിലെ തെക്കൻകൊല്ലി, അമ്പൂത്തി വെള്ളച്ചാട്ടം, എടക്കൽ എന്നീ മേഖലയിൽ നിന്നുള്ള ജനങ്ങൾ ഒരു 10:20 ശേഷം പിന്നെ ഒരു ഫോൺ കോൾ വന്നു എനിക്ക്. ഇവിടെ ഇങ്ങനെ ഒരു ശബ്ദവും കേട്ടു, പിന്നെ ഒരു ചെറിയ 2 സെക്കൻഡോളം നീണ്ടു നിൽക്കുന്ന ഒരു ജർക്കിംഗ് ഉണ്ടായി എന്ന് പറഞ്ഞു. പലരും പല വിധത്തിലാണ് പറയുന്നത്. ചിലർ പറയുന്നത് ഇടിമുഴക്കം പോലെ കേട്ടു, ചിലർ ഒരു ഭൂമിയുടെ ഉള്ളിൽ നിന്നൊരു മുഴക്കം കേട്ടു എന്ന് പറയും. പിന്നെ അല്ല, ആ ഒരു ശബ്ദം കേട്ടു. അതിനുശേഷം ജനലുകളൊക്കെ ഒന്ന് കുലുങ്ങി, ഷീറ്റുകൾ കുലുങ്ങി എന്ന് പറഞ്ഞു. ഒരു 2 സെക്കൻഡുകൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. സംഭവം ഒരു 10-10:15 കൂടിയാണ് ഈ സൗണ്ട് വരുന്നത്. അപ്പോൾ വാട്ടിൽ നിന്ന് ഒരുപാട് വിളിക്കുകയുണ്ട്. ആ സൗണ്ട് ഞാൻ കേൾക്കുകയും ചെയ്തു. ഒരു ഇടി വെട്ടുന്നതിനെക്കാട്ടി ഒരു ഭീകരമായൊരു സൗണ്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഭൂമികൾക്ക് തന്നെ ഭാഗമെന്ന്. പക്ഷേ അങ്ങനെ ഒരു ഞാൻ മാർക്കൊന്നും കാണിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മൾ അന്വേഷിച്ചിടത്തോളം കിട്ടിയിട്ടില്ല, മാർക്കൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. എല്ലാവർക്കും ഒരേ അനുഭവം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. അമ്പലവയലിൽ, ഇടയ്ക്കൽ ഗുഹാപരിസരത്ത്, നെന്മേനിയിൽ, അമ്പുകുത്തിയിൽ, പിന്നെ വെള്ളച്ചാട്ടം എന്ന സ്ഥലത്ത് അപ്രതീക്ഷിത മുഴക്കം. അമ്മ പറഞ്ഞു അടുക്കള വശത്ത് കൂടി ഒരു സൗണ്ട്, ഇടിമിന്നൽ വെട്ടിയ മാതിരി, വെടി വെട്ടിയ മാതിരി ഒരു സൗണ്ട് വന്നു എന്നല്ല ശബ്ദം. അല്ലാതെ വേറെയുള്ളൊരു സൗണ്ട് ഒന്നും കേട്ടില്ല. പിന്നെ ഭൂമിക്ക് വേറെ സംഭവിച്ചിട്ടൊന്നുമില്ല. വിറയല് അത്രയും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ ടൗണിലായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. നമ്മളൊക്കെ ഇവിടെ തന്നെ ആൾക്കാരാണ്. നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെയാണ്. സൗണ്ട് നമ്മൾ കേട്ടില്ല. അപ്പോൾ സ്കൂളിന് തൊട്ടടുത്ത് നമ്മൾ മോള് സ്കൂൾ എടക്കൽ സ്കൂൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എടക്കൽ സ്കൂൾ പഠിക്കുമ്പോൾ സൗണ്ട് ഉണ്ടായി, സ്കൂൾ വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മോളെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു വന്നു. സ്കൂൾ വിട്ടു എന്ന് പറഞ്ഞ എടക്കൽ സ്കൂൾ വിട്ടു. എടക്കൽ സ്കൂൾ കേട്ട് ഒരു 11 മണിയാകുമ്പോൾ ടീച്ചേഴ്സ് സൗണ്ട് കേട്ടുന്നു. അത് 11 മണിയാകുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കിയാണല്ലോ. ഫുഡ് ഉണ്ടാക്കി ഒരു 12:30-12:45 സ്കൂളിനെ വിട്ട്, പിള്ളേരൊക്കെ ചെറിയ സ്കൂളാണ്. ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ വലിയ ടെൻഷൻ. നമ്മളിവിടെ കുറച്ച് ആൾക്കാർ ആളൊന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കും അധികം. ഞങ്ങളിവിടെ ലോഡ് ഇറക്കാൻ വരുമ്പോൾ 3-4 ആൾക്കാരൊക്കെ കാണാറുള്ളൂ. ഈ കടയാലും പിന്നെ 2 ഈ ടൈലർ ഷോപ്പും അല്ലാതെ വേറെ കടകളൊന്നും ഉണ്ടാവില്ല. ചലനമായി നിങ്ങൾ തോന്നിയിട്ടുള്ളത് ഒരു ചെറിയ ഒരു നെട്ടലിങ്ങനെ വന്നില്ല. എല്ലാവർക്കും കൂടി നെട്ടൽ വന്നേ, ചെറിയ ചാനൽ ഇങ്ങനെ ചെറിയ നെട്ടൽ വന്നു. 10:10 വന്നുകൊണ്ട് ആ ടെൻഷനല്ലായിരുന്നേ. അതാണ് ഇപ്പൊ ലേശം കുറഞ്ഞു. ചാനലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ലേശം കുറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങോട്ടാ നോക്കിയത്. ഇവിടെ എവിടെ സംഭവം നോക്കുമ്പോൾ ഇവിടെ അല്ലായിരുന്നു ഇടി പൊട്ടുന്ന സൗണ്ട് വരെ കേട്ടത്. അപ്പം നമ്മൾ വിചാരിച്ചു സാധാരണ നമുക്കൊരു കൂനിടിയൊക്കെ പൊട്ടും. നമ്മൾ വയനാട്ടിൽ അങ്ങനെ ഉണ്ട്, മഴ മാറി നിൽക്കുന്ന സമയത്ത് ഒരു കൂനിടിൻ്റെ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പൊട്ടിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് പൊട്ടിയിട്ടുണ്ടായത്. ആ സൗണ്ട് കേട്ട് നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ വേറെ വിഷയങ്ങളൊന്നും കേട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ന്യൂസിൽ അവിടെ കേട്ടത് അങ്ങനെ അങ്ങനെ വീട്ടിലായിരുന്നു. അങ്ങനെ വീട്ടിൽ കുലുങ്ങുന്നത് അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു കൂനിടി പൊട്ടി അങ്ങനെ സൗണ്ട് ഇട്ട് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കി. അത്ര അങ്ങനെ ഞങ്ങൾ വിചാരിച്ചോളൂ. വീട്ടിൽ മഴയൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. 10 മണി 10:15 ആയപ്പോഴാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. സൗണ്ട് കേട്ട്
കേട്ടതും സത്യമാണ്. പക്ഷെ എന്താ അത് എന്താ ഏതാന്നുള്ളത് കാരണം നമ്മൾ തറവാട് വീട്ടിലേക്ക് സൗണ്ട് കേട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഭീകര സൗണ്ട് കേട്ടു, എന്താണെന്ന് അറിയില്ല, ഇടി മുഴക്കുമ്പോൾ സൗണ്ട് കേട്ടു. എന്താ ഏതാ നമുക്ക് പറയാൻ കഴിയില്ല. ഭയങ്കര സൗണ്ടായിരുന്നു. ഇപ്പൊ തിരുവമ്പാടിന്ന് വിളിച്ചു, അവിടെ വരെ ഇതിന്റെ പ്രകമ്പനം. അപ്പൊ എന്താ നമുക്ക് ഇത് ഇവിടുത്തെ മാത്രം ഒരു പ്രശ്നമല്ല, ഇത് കേരളത്തിൽ ഈ മലബാർ ഏരിയയിൽ പല സ്ഥലങ്ങളിലും ഒരു സൗണ്ട് കേട്ടു എന്നുള്ളൂ, അല്ലാതെ ഒരു ഭൂമി കുലുക്കായിട്ട് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ മകൻ ഇവിടെ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ ന്യൂസ് ഇങ്ങനെ കേട്ടപ്പോൾ ടെൻഷൻ അടിച്ച് വന്നാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മോനെ വിളിച്ച് കിട്ടാത്തതുകൊണ്ടോ ഞാൻ ഇടയ്ക്കിൽ പോയി കണ്ടു, വീട്ടിലേക്ക് പറഞ്ഞു വെച്ചു. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഒരു നല്ലൊരു മുഴക്കമായിരുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ 2 വീടുകളിൽ ശരിക്കും ഒരു ജർക്കിങ് വന്നു. അവർ വീട്ടിൽ നിന്ന് 2 വീട്ടിലത്തെ ആൾക്കാരും പുറത്തേക്ക് വന്നു. ഒരു CJ ജോസ് എന്ന് പറയും, അവരെ വീട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് ചാടി വന്നു. പിന്നെ ശബ്ദം കേട്ടപ്പോൾ അവരെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ഒരു ചലനമുള്ള മാതിരി പാത്രങ്ങളൊക്കെ ചെറുതെ അനങ്ങിന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ അപ്പോൾ വൈഫൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അവർ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ, അവർക്ക് ചലനമൊന്നും അറിഞ്ഞില്ല. കണ്ണിലൊരു ചെറിയ പേടി ഇപ്പോഴുണ്ട്? ഇല്ല, അങ്ങനത്തെ പേടിയൊന്നുമില്ല. പുത്തുമലയും ചൂരൽമലയും ഒക്കെ നിൽക്കുന്ന ഒരു മലനിരയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണുള്ളത്. ഇതിന് നേരെ ഇപ്പുറത്ത് മറ്റൊരു മലയിലാണുള്ളത്. വെള്ളച്ചാട്ടം എന്നുള്ള പറഞ്ഞ ഒരു പ്രദേശം, അവിടെ മനോഹരമായി വെള്ളം ചാടിക്കൊണ്ടിരുന്ന മലയിൽ നിന്ന് ഇപ്പോൾ വെള്ളച്ചാട്ടം ഇല്ല എന്ന് നാട്ടുകാർ നമ്മോട് പറഞ്ഞു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് പരിശോധിക്കുക എന്ന് ലക്ഷ്യം വെച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഈ കാറ്റാടിപ്പാറ എന്നായിരുന്നു നാട്ടുകാർ ഇതിനെ വിളിച്ചിരുന്നത്. അതിമനോഹരമായ സ്ഥലമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നയനമനോഹരം, ചുറ്റുപാടും എപ്പോഴും മഴക്കാലത്ത് പ്രത്യേകിച്ചും എപ്പോഴും വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നൊരു സ്ഥലം. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ആ പേര് പോലും വന്നത്. അവിടെ ഇപ്പോൾ വലിയ തോതിലുള്ള അനധികൃതമായ ചില നിർമ്മാണങ്ങൾ നടക്കുന്നു എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. അതേ തുടർന്നാണ് ഞങ്ങൾ ഇക്കാര്യം അന്വേഷിക്കുന്നത്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. നമുക്ക് മുകളിലാണോ ഇത്? ഇത് നേരെ കാണുന്നത് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ തന്നെ പോയി ഈ വഴി കയറി കഴിഞ്ഞാൽ ഒരു കൂടി വന്നൊരു 100-100 മീറ്റർ അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടേക്ക് തന്നെ പോകാൻ വേണ്ടി പറ്റും. ഈ കാണുന്ന വേലിയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അവരുടെ ഇതെല്ലാം അവർ കെട്ടി അവരുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പം ബാക്കി നേരെ ചെല്ലുമ്പോൾ വന്നത്, അതായത് അപ്പുറത്ത് ഇതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ ഇതിൽ കൂടെ ഒക്കെ വരുന്നത്. ഇതൊക്കെ ചാല് പോലെ സാധനങ്ങളാണ് ഇതിൻ്റെ വഴിയൊക്കെ. പക്ഷെ ഇപ്പോൾ എല്ലാം കൂടെ കെട്ടി നമുക്കിവിടെ വരാൻ പറ്റാത്ത അവസ്ഥയാക്കി. ഇവിടെ സാധാരണ ആൾക്കാർ കയറിക്കൊണ്ടിരുന്നതാണ്. നോർമലായിട്ട് തന്നെ ആൾക്കാർ പുല്ലോട്ടെല്ലാം കയറുന്നത്. പക്ഷേ ഇവരെല്ലാം മൊത്തം ഏരിയ ആയിട്ട് മാറ്റിയേക്കുക. തൊട്ട് മേലെ കാണുമ്പോൾ കാണാൻ പറ്റും കുറച്ചും കൂടെ. അമ്പൂത്തി വെള്ളച്ചാട്ടം തുടങ്ങിയ ഇതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് നിരവധി റിസോർട്ടുകളുണ്ട്. നമുക്കത് റിസോർട്ട് വ്യവസായത്തെ അല്ലെങ്കിൽ ടൂറിസത്തെ പൂർണ്ണമായി തള്ളി പറയേണ്ടതില്ല. പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെയൊക്കെ നിർമ്മാണം എത്രത്തോളം ശാസ്ത്രീയമാണ്, ഇവിടുത്തെ ഭൂഘടനയ്ക്ക് അനുസരിച്ചാണോ എന്നുള്ള കാര്യത്തിലൊക്കെ നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട്. അപ്പോഴാണ് ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള ഈ മുഴക്കം കെട്ട വാർത്ത കൂടി വന്നത്. നമ്മളൊക്കെ ഈ സ്ഥലത്ത് എത്തിയത്. പാറ പോലുള്ള മലമുകളിൽ തടയണ പോലെ വെള്ളം റിസോർട്ടുകൾക്കായി തടഞ്ഞത് അപകടമാകുമോ എന്നാണ് ആശങ്ക. ഈ കാണുന്ന കുളത്തിൽ വെള്ളം ഇവർ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഈ വെള്ളം ശേഖരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് മഴ പെയ്യുമ്പോൾ അപ്പുറത്തേക്ക് പോകേണ്ട വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ട വെള്ളവും കൂടി അവർ ഇത്തരത്തിലുള്ള 4 കുളത്തോളം ഇവിടെ ഉണ്ട്. ഈ കുളങ്ങളിലേക്ക് അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ആ വെള്ളം അതുകൊണ്ടാണ് വെള്ളച്ചാട്ടത്തിൽ പോകാതെ ഈ രീതിയിലേക്ക് വരുന്നത്. കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതുപോലെ ഇതിൽ ഒരു വലിയ കുളത്തിൽ കൊട്ടത്തോണി ഉൾപ്പെടെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ചാല് കീറി, അതിപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവർ ചാല് കീറി വെള്ളം ഒഴിവാക്കുന്നതാണ്. ഇപ്പോൾ അടുത്ത് ഇപ്പോൾ ഒരു വളരെ കുറഞ്ഞ സമയമായിട്ടുണ്ടാവില്ല. അത് കണ്ടാൽ തന്നെ അറിയാം. നമുക്കിപ്പോൾ അടുത്ത് തന്നെ ചെയ്തത് 10-15 മിനിറ്റ് മുമ്പ് നമ്മളിങ്ങോട്ട് വരുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കേസുകളാണ്. നാട്ടുകാർ പറഞ്ഞത് ശരിവെക്കുന്നതാണ് ഈ റിസോർട്ടിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ സ്വാഭാവികമായും താഴേക്ക് വരേണ്ട നീരൊഴുക്ക് ഇവിടെ കുളങ്ങളിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ്. മുകളിൽ ഒരു കുളമുണ്ട്, താഴ്ഭാഗത്ത് വേറൊരു കുളം, അങ്ങനെ 3-4 കുളങ്ങളായി കെട്ടി നിർത്തിയിരിക്കുകയാണ് ഈ മലയ്ക്ക് മുകളിൽ റിസോർട്ട് അധികൃതർ ചെയ്തിരിക്കുന്നത്. ഈ കെട്ടിടം നിയമപരമായിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഈ കെട്ടിടങ്ങൾക്ക് 20ഓളം കെട്ടിടങ്ങൾ ഇവിടെ വില്ലകളുണ്ട് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ. കാരണം ഇങ്ങോട്ട് കയറി വരാൻ നമുക്ക് കഴിയില്ലായിരുന്നു. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഉണ്ട്, അതിലൊന്നിലും തന്നെ പഞ്ചായത്തിൻ്റെ അധികൃതരുടെ ഒരു നമ്പറോ മറ്റ് വാർഡ് നമ്പറോ അങ്ങനെയുള്ള നമ്പറുകളൊന്നും തന്നെ കാണുന്നില്ല. ഇല്ലാതെ അങ്ങനെ ബിൽഡിങ്സ് ഉണ്ടാവുമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണല്ലോ നമ്മുടെ നിയമം. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിലൊന്നും തന്നെ നമ്പറുകൾ കാണാൻ പറ്റുന്നില്ല, നമ്പറില്ല.
ആശങ്കാമുഴക്കം കേട്ടതിന് പിന്നാലെ വ്യാപക മരമുറി ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ദിനം വയനാട്ടിൽ. ഈ മലമുകളിൽ നിന്ന് മുറിച്ചു മാറ്റിയതെന്ന് സംശയിക്കുന്ന നിരവധി മരത്തിന്റെ തടികൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഇവിടുന്ന് മുറിച്ചതാണോ? അല്ല, ഇത് നമ്മുടെ എടക്കൽ ഗുഹേൻ്റെ താഴ്വാര പ്രദേശമാണിത്. അപ്പോൾ ഇത് തൊട്ട് മേലെന്ന് ഇവർ മുറിച്ചിട്ട് താഴോട്ട് കൊണ്ടുവന്നതിൻ്റെ പാടുകളൊക്കെ നമുക്ക് തൊട്ട് മുകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് മുറിക്കാതെ ഇത് എന്തായാലും ഇവിടെ എത്താൻ ഇങ്ങനെ മരം മുറിക്കുന്നത് ഇതിന് ഈ പ്രദേശത്തെ ബാധിക്കില്ലേ? ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത് ഒരു പാറയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ഇതേപോലത്തെ ഒരുപാട് പാറകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. മരത്തിന് കുറ്റിയാണ്. അതെ, ഇങ്ങനെ പാറകൾ താങ്ങായിട്ട് നിൽക്കുന്ന ഒരുപാട് മരങ്ങൾ മുകൾ ഭാഗത്തു നിന്ന് മുറിച്ചു പോയിട്ടുണ്ട്. താഴെയോട്ട് എത്തുന്നുള്ളൂ. അതിലൊരു ഭാഗമാണ് ഇത്. അല്ല, ഇതുതന്നെ കണ്ടറിയാലോ. ഈ സംഭവം മുറിച്ചതിൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസം മഴ പെയ്തിട്ടുള്ളൂ. ആ മഴ പെയ്തപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പൂപ്പിലൊന്നാക്കാനും തുടങ്ങി. ഇതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ജീർണിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതുപോലെയാവും. എന്നിട്ട് അവിടെ ഗർത്താവും, കുഴിയാവും. ഇതിലേക്ക് വെള്ളം ഇറങ്ങും. ചിലപ്പോൾ വെള്ളം ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലെ മണ്ണുകളെല്ലാം ഒലിച്ച് താഴേക്ക് വരും. ഇത് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിൽക്കുന്ന ഈ മണ്ടിയും ഇതിൻ്റെ ഒക്കെ ഇതായിരിക്കും. ഇതങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ ഒറ്റൊരു പാറ മാത്രം താഴേക്ക് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുണ്ട്. താഴെ എല്ലാം ഇരിക്കുന്നത്. അശാസ്ത്രീയവും അനിയന്ത്രിതവുമായ ടൂറിസം വയനാട്ടിലെ ജനങ്ങളെ കൊലക്ക് കൊടുക്കുമെന്ന് ഉറപ്പാണ്. പരിശോധനകൾ വേണം, കൃത്യമായ അന്വേഷണങ്ങൾ വേണം. നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ ജാഗ്രതയോടെ ഉണർന്നിരിക്കണം. വയനാടിന് പിന്നാലെ എത്തി കോഴിക്കോട് കൂടരഞ്ഞിയിൽ നിന്ന് സമാന പ്രതിഭാസമെന്ന വാർത്ത. പരിശോധനയ്ക്കായി ജിയോളജി വിഭാഗം. കൂടരഞ്ഞി അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മരഞ്ചാട്ട് റോഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലം. അവിടെയാണ് പ്രകമ്പനം കൂടുതലായി അനുഭവപ്പെട്ടത്. സെബാസ്റ്റ്യൻ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിൽ ഈ ജനലിൻ്റെ ഒക്കെയാണ് ഈ ചലനം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ്. ആ സമയത്ത് എൻ്റെ വൈഫാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാനത് കഴിഞ്ഞാൽ വന്നത്, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവളെന്നോട് പറഞ്ഞത് ജനൽ ഒന്ന് കിടുങ്ങി, അത് ഒരു പ്രകമ്പനം പോലെ അവർക്ക് തോന്നി. ആ വിവരം ഞാൻ ഇന്നാണ് നല്ല കാലാവസ്ഥയാണ്, മഴയോ ഇടിമുഴക്കമൊന്നും ഇല്ലാത്ത സമയമാണ്. ഇതൊരു 5 മാസം മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. 5 മാസം മുമ്പ് ഇതേ അനുഭവമായിരുന്നു. 5 മാസം മുമ്പ് ഇതിനേക്കാൾ അല്പം കൂടെ കടുപ്പം തോന്നിച്ച ഒരു ജനൽ അനങ്ങുന്ന ഒരു പ്രകമ്പനം തോന്നിച്ച കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ, കുറഞ്ഞ നിമിഷങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. വളരെ സെക്കൻഡുകൾക്ക്, അതായത് വയനാട്ടിലേക്ക് അനുഭവപ്പെട്ട അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും പ്രകമ്പനം ഉണ്ടായത്. വീടുകൾക്ക് കേടുപാടോ അല്ലെങ്കിൽ മറ്റു നാശനഷ്ടങ്ങളോ കോഴിക്കോട് ജില്ലയുടെ ഭാഗങ്ങളിലും ഇല്ല. വയനാടുമായി മലയിൽ അതിർത്തിയൊക്കെ പങ്കിട്ട് വരുന്ന കാവിലുംപാറ, കൂടരഞ്ഞിയൊക്കെയാണ് ഈ വിധത്തിൽ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുള്ളത്. മലപ്പുറം എടപ്പാളിലും ആശങ്കാദിനമായിരുന്നു ഇന്ന്. പ്രകമ്പനം അനുഭവപ്പെട്ടെന്ന് നാട്ടുകാർ. വയനാട്ടിലേതിന് സമാനമായ രീതിയിലുള്ളൊരു പ്രകമ്പനമാണ് എടപ്പാൾ ഉൾപ്പെടെയുള്ള ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടത്. വയനാട്ടിലെ വാർത്ത പുറത്തു വന്നതോടെയാണ് ഇതും ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ അധികൃതരെയൊക്കെ വിവരം അറിയിക്കുന്നത്. രാവിലെ 10:15 ഉറക്കെ ഒരു ശബ്ദം കേട്ടു. വീടിന് മുകളിലായി എന്തോ പതിയുന്ന തരത്തിലുള്ളൊരു ശബ്ദം കേട്ടതായാണ് പ്രദേശവാസികൾ പറഞ്ഞത്. നല്ലൊരു മുഴക്കായിട്ടുള്ള ശബ്ദമായിട്ടാണ് കേട്ടത്. ഞാൻ വിചാരിച്ചു വീടിന്റെ മറ്റേ ടെറസിന്റെ മേലെ എന്തോ വന്ന് വീണ പോലെ ഉള്ള ഒരു സൗണ്ട്. അത്രയും ഭയങ്കര ശബ്ദത്തിലായിരുന്നു അത് കേട്ടത്. അതിന്റെ കൂടെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. നമ്മളത് അത്ര അങ്ങോട്ട് കാര്യമാക്കിയില്ല, എന്താണെന്ന് മനസ്സിലായില്ല. പുറത്തോട്ട് വന്ന് നോക്കിയപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. പുറത്ത് തിരുമ്പള നേരത്തെ ശബ്ദം കേട്ടപ്പോ എന്താന്ന് അറിയില്ല, ഇടിവെട്ടുന്ന പോലത്തെ അങ്ങനെ ശബ്ദത്തിൽ തന്നെ കേട്ടു. കുറച്ച് ഉറക്കമുള്ള ശബ്ദം തന്നെ കേട്ടത്. സമാന പ്രതിഭാസം പാലക്കാട്ടെ ഒറ്റപ്പാലത്തും ഉണ്ടായെന്ന് പ്രദേശവാസികൾ പറയുന്നു.
ഏത് ഭാഗത്തു നിന്നാണെന്നൊരു വ്യക്തത ഇല്ലാത്തൊരു സൗണ്ടാണ് വന്നത്. ഇപ്പോൾ എന്തായാലും പറയാം, ഒരു മുഴക്കം അങ്ങനത്തെ ഒരു സൗണ്ടാണ് കേട്ടത്. അതൊരു തുടരായിട്ട് 2-3 സൗണ്ടാണ് കേട്ടത്. അത് നോക്കുമ്പോൾ 3-4 പേരോട് വെച്ചപ്പോൾ എല്ലാവരും കേട്ടവരുണ്ട്. വയനാട് ദുരന്തത്തിന്റെ നടുക്കത്തിനിടെയുണ്ടായ ഭൂമിയിലെ ശബ്ദത്തിൽ ആശങ്ക വേണ്ടെന്നാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ, വലിയ തോതിലുള്ള വലിയ റേറ്റിലുള്ള ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില പ്രതിഭാസങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ വയനാട് മാത്രമല്ല ഇത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. താരതമ്യേന ചെരിവ് കുറഞ്ഞ നിരന്ന സ്ഥലങ്ങളിലും ഒറ്റപ്പാലം പോലുള്ള സ്ഥലങ്ങളിലും പാലക്കാട് ജില്ലയുടെ അലനല്ലൂർ പോലുള്ള സ്ഥലങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു വ്യക്തത, വളരെ വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തേണ്ടതിന്റെ ഒരു ആവശ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിഭാസത്തിന്റെ പ്രത്യാഘാതമാണോ, അത് അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണോ എന്നുള്ള രൂപത്തിലാണ് ആദ്യം ചിന്തിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും പൈപ്പിംഗ് പ്രതിഭാസം വളരെ രൂക്ഷമായിട്ട് വയനാടിന്റെ പരിസ്ഥിതിയെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂകമ്പമാപിനിയിൽ പ്രകമ്പനം രേഖപ്പെടുത്തിയിട്ടേയില്ല. പാറകൾ ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിരങ്ങിയതാകാമെന്ന് ഭൂകമ്പശാസ്ത്ര കേന്ദ്രം ഡയറക്ടർ വിശദീകരിക്കുന്നു. It is after effect of landslide, always. It is the because if it is a natural earthquake, we must have recorded that. But we did not record. No earthquake there. We are monitoring round the clock. I think please close watch, because this is not earthquake that you should be very panic and all, but you should be alert. Actually, this is a land prone zone happen and so big tragedy happened. So you see that it is the mass movement. So caution is required, but there should not be a panic like that, because the earthquake panic is not there. There is no earthquake, so there is no panic till today. പതിയെ ആശങ്ക ഒഴിയുകയാണ്. എങ്കിലും ദുരന്തകാലങ്ങൾക്കിടയിലെ ദൂരം കുറഞ്ഞു വരുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം ബാക്കിയാകുന്നു.